അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നപ്പോൾ കയ്യും കാലൊക്കെ ഒരു കുത്തിത്തരിപ്പ്. അങ്ങനെ ആ തരിപ്പ് മാറ്റാൻ വേണ്ടിയാണ് വീഡിയോ അങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ BSNL ടവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി ഏകദേശം ആയി. ടവറിൻ്റെ കുഴിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ കാലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കയറ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഴിയും മൂടിയതിന് ശേഷം ഞാൻ എന്നും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിലും ഇതുവരെ ഞാൻ അതിൽ കയറി കണ്ടത്. ഇന്ന് വന്നപ്പോഴാണ് കയറി കണ്ടത്. എന്നാൽ പിന്നെ അതിനെ വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കയറി കണ്ടതാണ്. എല്ലാം ഒന്ന് ഞാൻ ഒന്നുകൂടി വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇതൊക്കെ അവർ ഇന്നലെ കൊണ്ടുവന്നിറക്കിയതാണ്. അത് സോളാറും സെല്ലും ബാറ്ററിയൊക്കെയാണ്. അത് പിന്നെ കാണിക്കാം. ഇത് മെറ്റൽ റോഡുകൾ, ടവർ പണി ചെയ്ത് ചെയ്യാനുള്ള കമ്പിക്കൂടുകൾ, കമ്പികളും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നങ്ങ് വാരി നിരത്തി ഇറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെയാണ് സംഭവം കെട്ടിപ്പൊക്കാൻ പോകുന്നത്. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത സീറ്റുകളാണ്. പിന്നെ കൂടെ മേലോട്ട് കയറി നോക്കിയാൽ പിന്നെ ഒന്നും പറയാനില്ല. കമ്പികളും കമ്പിക്കൂടുകളും മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്തിനുള്ളതാണോ എന്തോ. ഒരു കോൺക്രീറ്റ് ചെയ്ത ചട്ടികൾ പോലും കൊണ്ടുപോയില്ല. പണികളെല്ലാം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെയാണ് എല്ലാം കൂടി വലിയൊരു കുഴിയൊക്കെ എടുത്ത് കോൺക്രീറ്റ് തൂണുകളൊക്കെ കെട്ടിപ്പൊക്കി സെറ്റാക്കി മൂടി വെച്ചിരിക്കുന്നത്. ഇവിടെ അതിവിശാലമായൊരു കുഴിയൊക്കെ അവരെടുത്ത് സെറ്റാക്കി അങ്ങനെ കിടിലമാക്കി സെറ്റാക്കി വെച്ചതാണ്. കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് നിന്ന് അവർ കോൺക്രീറ്റ് ചെയ്ത് 4 കാലൊക്കെ ഇറക്കി കെട്ടി എല്ലാം കിടിലമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അത് മൂടിയിട്ട് കുഴിയും മൂടി താഴെ വലിയൊരു ചാലും എടുത്തവർ അതിൽ കമ്പികളൊക്കെ ഇടിച്ച് ഊന്നി വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും ഈ സോളാറും ബാറ്ററിയൊക്കെ വെക്കുന്നത്. അതിന് വേണ്ടി ആയിരിക്കണം ഈ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മിക്കവാറും അതിനാണ് സാധ്യത. പിന്നെ ഇതൊരു കാല്, അതൊരു കാല്, അവിടെ ഒരു കാല്, വിശാലമായ കാലുകൾ. ഇതാണ് കാലോട് കാല്. 1 2 3 4 5 6 7 8 നട്ടും ബോൾട്ടും സംഭവങ്ങളൊക്കെ വെച്ച് അതിൽ നിന്നാണ് അവർ ഓരോന്നോരോന്നായിട്ട് മുറുക്കി കയറ്റാൻ പോകുന്നത് മണ്ടയിലോട്ട്. വിശാലം. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഇവിടെ ഒരു ടവറങ്ങ് ഉയർന്നു പൊങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ടവർ വരും. ഈ പണി നല്ല സ്പീഡിൽ നടക്കുകയാണ്. ഇപ്പം ടവറിൻ്റെ പണി തീരും. പിന്നെ റേഞ്ചൊക്കെ തന്നെ ഒന്ന് വരുമോ എന്തോ. പിന്നെ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ഇതൊക്കെ മുറി കയറ്റാനുള്ള മണ്ടയിലോട്ട് കയറ്റാനുള്ള കമ്പികൾ. വരട്ടെ മെറ്റൽ ഷീറ്റുകൾ പയറൊക്കെ പോലെ തന്നെ. പിന്നെ ഇതൊക്കെ ഇന്നലെ കൊണ്ടിറക്കിയതാണ് സോളാർ. ഇന്നലെ രാവിലെ ഞാൻ പോയപ്പോൾ ഇതില്ലായിരുന്നു. ഇന്ന് വൈകിട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 18 19 20 കാണുമല്ലോ. 20 സോളറുണ്ട്. ഇത് സോളാറ് ഈ തടിപ്പെട്ടിയിലുള്ളതൊക്കെ ബാറ്ററിയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു മെറ്റൽ ബോക്സ്, അത് ഇൻവെർട്ടറും ട്രാൻസ്ഫോമർ യന്ത്രമൊക്കെ ആയിരിക്കും. ഇതൊക്കെ സോളാറാണ്. കസ്റ്റമർ BSNLൻ്റെ സ്വന്തം സാധനം. BSNLന് വേണ്ടി അവർ പ്രത്യേകം ഇറക്കുമതി ചെയ്താണെന്നതിന്. നമ്പർ ബോക്സ് ബാറ്ററിയാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ എന്തൊക്കെ കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നത്. പണികളൊക്കെ താമസിക്കാതെ തീരുമാനിക്കണം. അപ്പോൾ അത്രയൊക്കെ തന്നെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ
BSNL ടവർ, കമലകത്ത BSNL ടവറിൻ്റെ കാഴ്ചകൾ അതിനെ കണ്ടിരിക്കുകയാണ്, കാണിച്ചിരിക്കുകയാണ്. ടവറിൻ്റെ പണിയൊക്കെ തീർന്നിട്ട് എത്രയും പെട്ടെന്ന് റേഞ്ച് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തുകൂടെ ഇരിക്കാവുന്നല്ലാതെ പറ്റുന്ന ഒരുമൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പം മണ്ണാങ്കോണത്തെ ലാവളയെ അണാലിൽ എവിടെയൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് വരുവളെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചോനാമ്പാറയും വാലിപ്പാറയും പാങ്കാവിലുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പണി തീർന്നു. ടവറിൻ്റെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കമലകത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് മണ്ണാങ്കോണത്തായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഞാൻ സ്വാർത്ഥനാണ്, അതുകൊണ്ട് പറയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തുടക്കം മുതൽ ഒതുക്കം വരെ കുത്തിയിരുന്ന് കണ്ടാലും മതി എൻ്റെ ഒരു സന്തോഷത്തിന്. ശരിയെന്നാ.